യേശു തമ്പുരാൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 16, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശുപാർശ വായിച്ചാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. വായിച്ചു. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഹല്ലേലൂയ. അപ്പൊ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമില്ലായ്മ. ഹല്ലേലൂയ. എന്താ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത്? പാപത്തെക്കുറിച്ചും എന്നാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? സിൻ. അത് ബഹുവചനമല്ല, ഏകവചനത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? സിൻ യേശുവിടെ ഇട്ട് ബഹുവചനത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, പാപങ്ങൾ അല്ല, പാപത്തെക്കുറിച്ച്. എന്താ അവിടുത്തെ പാപം? യേശു കർത്താവിനുള്ള വിശ്വാസമില്ലായ്മ, അല്ലേ? അൺബിലീവ്. അപ്പൊ എന്താ ആ വിശ്വാസമില്ലായ്മയെ കുറിച്ചുള്ള ബ്രീഫിംഗ്? അവിടെ അതിൻ്റെ ഒരു ഇരട്ടച്ചുരുക്കം നമുക്ക് കാണാൻ കഴിയും. എന്താണ് വിശ്വാസമില്ലായ്മ കൊണ്ട് അർത്ഥമാക്കുന്നത്? താൻ പിതാവിൽ നിന്ന് ഐക്യപ്പെട്ടവനാണ്, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നു. ആ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് ഒരു പ്രവൃത്തി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി ക്രൂശിൽ തികച്ചു. ആ പൂർത്തീകരണ ശുശ്രൂഷ മുഖാന്തരം നമ്മുടെ ശാപം, രോഗം, ദുഃഖം, ദാരിദ്ര്യം ഇവ മാറ്റപ്പെട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ഒരു ശാപശക്തിക്കും ഒരു രോഗബന്ധനങ്ങൾക്കും ഒരു അന്യായ ശക്തികൾക്കും ഒതുക്കുവാൻ കഴിയത്തില്ലെന്നുള്ള ആ വിശ്വാസത്തിന് വിരോധമായ ആശയങ്ങളും ചിന്തകളും ഇന്ന് ആത്മീയരെന്ന് പറയുന്നവരുടെ ഇടയിൽ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ബൈബിളാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്നതിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? അതോ മോശയും ഏലിയാവും എലീശയും മൊർദെഖായി ഹാമാനിലേക്കാണോ പ്രസംഗം പോകുന്നത്? ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഗ്രേറ്റ് ലീഡർ, അല്ലെ ഇസ്രായേലിന്റെ ഗ്രേറ്റ് കിങ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രോഫറ്റ്സ്, ഇവരെ കുറിച്ചാണോ പ്രസംഗം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ ദേശത്തും അവർക്ക് ലഭിച്ച നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളെ കുറിച്ചാണോ പ്രസംഗം പോയിക്കൊണ്ടിരിക്കുന്നത്? കാൽവരി കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ, അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമില്ലാത്ത ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അൺബിലീഫ് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, അവിശ്വാസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു പ്രവൃത്തിയെ തികച്ചു കഴിഞ്ഞവനെ കുറിച്ചുള്ള വിശ്വാസം അതില്ലാത്ത അവസ്ഥയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, യേശുവിനെ ക്രിസ്തു എന്ന് ഒരുവന് വിശ്വസിക്കണമെങ്കിൽ തന്നെ അവൻ്റെ അടുത്ത് ആരുടെ സാന്നിധ്യം ഉണ്ടാകണം? പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും യേശുവിനെ ക്രിസ്തു എന്ന് പറയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല കാൽവരി കൊലക്കളത്തിൽ നടന്ന പൂർത്തീകരണ ശുശ്രൂഷ. ഞാൻ അനുഭവിക്കുന്ന, അല്ലെ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് എനിക്ക് വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ അത്, എന്റെ ജ്ഞാനബോധത്തിൽ അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്റെ വിഷയങ്ങൾ മാറിപ്പോകും. അപ്പൊ എന്റെ ജ്ഞാന മണ്ഡലത്തിൽ വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു എലമെന്റ് ഉണ്ട്. ആ വസ്തുതയെ, ആ എലമെന്റിനെ
ഞാൻ ശാസിക്കുകയാണ്, അല്ലെങ്കിൽ ആട്ടി പുറത്താക്കുകയാണ്. ദുഷ്ടപിശാചേ, മറവിടുന്ന ദുഷ്ടപിശാചേ, കരമെടുത്തു മാറ്റുക. ഇങ്ങനെ പറയണമെങ്കിൽ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം. അല്ലാത്തവന് കൽപ്പിക്കാൻ പറ്റത്തില്ല. എടാ ബലഹീനനായ, അശക്തനായ, പുഴുവായ, പൊടിയായ, അല്ലേ, മണ്ണാങ്കട്ടയും കരിരിയായ ഞാൻ എന്തോ പറയാൻ? എന്തെല്ലാം ബലഹീനതകളാണ് ഉള്ളത്. എപ്പോഴും കുറ്റപ്പെടുത്തലും, എപ്പോഴും ആരോപണങ്ങളും, എപ്പോഴും, അല്ലേ, ആ പിശാച് ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യുക? നമ്മുടെ കുറവുകൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, എങ്ങനെ ഞാൻ ശാസിക്കാനുള്ള നന്മയൊക്കെ എന്നിലുണ്ടോ? ഞാൻ എൻ്റെ നന്മയിലല്ല നിൽക്കുന്നത്, ഞാൻ എൻ്റെ നീതിയിലല്ല നിൽക്കുന്നത്. നീതിമാനായ യേശുവിൽ, നന്മയുടെ ഉടമസ്ഥനായ യേശുവിൽ ഞാൻ നിൽക്കുന്നു, ഞാൻ ചലിക്കുന്നു. ഇതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ. അപ്പൊ ഈ വിശ്വാസത്തിൽ ഉറയ്ക്കാത്ത വ്യക്തികളെ, അവരുടെ വിഷയങ്ങളല്ലേ, അവരോട് ഡീൽ ചെയ്യുവാൻ ആര് കടന്നു വരുന്നു? ആറ് ഇടപെടലുണ്ടാകും? പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദുർദിവസത്തിൽ നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. ആര് പേടിക്കേണ്ടി വരികയില്ല? ടെറ്റലസ്റ്റായി അല്ലെങ്കിൽ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നിവർത്തീകരണ ശുശ്രൂഷയെ കുറിച്ചുള്ള ബോധ്യമുള്ളവർ പേടിക്കയില്ല. ദുഷ്ടന് എന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. കാരണം എനിക്ക് വേണ്ടി സകലതും നിവർത്തിച്ച, കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി സകലതും അർപ്പിച്ച ഒരു അരുമനാഥൻ എനിക്കുണ്ട്. ഞാൻ അനാഥനല്ല. ഹല്ലേലൂയ. 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. എബ്രായർ 8:12 ജോസഫ് ബ്രദർ വായിച്ചാട്ടെ. എബ്രായർ 8 12 വായിച്ചാട്ടെ. കേട്ടോ, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാവും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കയില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനൊന്നും അല്ലടാവേ, കർത്താവ് നിന്നോടൊന്നും ക്ഷമിക്കത്തില്ല, ദൈവം തമ്പുരാൻ നിന്നോട് പൊറുക്കത്തില്ല. ഇതാണ് നിങ്ങൾ നിരന്തരം കേൾക്കുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? കർത്തൃനാമത്തിൽ ശാസിക്കണം. ആ ദുഷ്ടപിശാചെ വിട്ടുപോകാൻ പറയണം. അതാ വൈശാചിക മണ്ഡലം. മനസ്സിലാവുന്നു? എന്നോട് ക്ഷമിക്കുകയും എന്നോട് പൊറുക്കുകയും ചെയ്യുന്ന ഒരു നല്ല അപ്പൻ എനിക്കുണ്ട്. ചിലപ്പോൾ മനുഷ്യന് പൊറുക്കത്തില്ലായിരിക്കും, മനുഷ്യന് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലേ? പക്ഷെ എന്നോട് ക്ഷമിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. എൻ്റെ കണ്ണ് നിറയുമ്പോൾ ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് തുടയ്ക്കുന്ന ഒരു യേശു ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഇത് മതത്തിന്റെ പഠനമല്ല, ഇത് ക്രിസ്തു വിശ്വാസത്തിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. മതം പഠിപ്പിക്കുന്നു, ഇല്ല നിനക്ക് അകത്തോട്ട് വരാൻ പോലും യോഗ്യതയില്ല, മാറി നിന്നുകൊള്ളുക. ഇത് വേലി കെട്ടി തിരിച്ചിരിക്കുന്ന തോട്ടമത്രേ. കേട്ടില്ലേ? ശബ്ദവ്യതിയാനങ്ങൾ വരുത്തി ജനത്തെ പേടിപ്പിക്കുന്ന ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വായിക്കൊള്ളാത്ത പലതും പറഞ്ഞ് ജനത്തെ പേടിപ്പിക്കുന്ന ഒരുപാട് പേരെ കേട്ടിട്ടില്ലേ? ഇതാരോ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന തോട്ടം. ഇതിനകത്തോട്ട് പുറത്തുനിന്ന് ഒരുത്തനെ കയറാൻ പറ്റും. അതാ കളി. ബയോളജിക്കൽ ഗ്രോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും. എനിക്ക് മക്കൾ വന്നു, എൻ്റെ മക്കള് അവർക്ക് വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളായി, അടുത്ത മക്കളായി. പുതുതായിട്ട് ഒരുത്തനും എന്നെ തൊട്ട് കയറത്തില്ല, കയറാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. കാരണം ഞങ്ങൾ വേലി കെട്ടി വെച്ചേക്ക്. ഞങ്ങളെല്ലാം ആരാ? വിശുദ്ധന്മാരോ. ആരാ? പറ്റുമെങ്കിൽ ഈ ബട്ടൺസ് കൂടെ ഇടാൻ പറ്റുമെങ്കിൽ, വിശുദ്ധി തെളിയിക്കാൻ ഈ ബട്ടൺസ് കൂടെ ഇടാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഇട്ട് വെക്കും. നീ ബട്ടൺസ് ഇടുന്നത് മണ്ട വരെയും കോളർ വരെയും ബട്ടൺസ് ഇട്ട് ഇവിടെ ഒരു സാധനം വെച്ചുകൊണ്ടൊന്നും നീ വിശുദ്ധനാകത്തില്ല. വിശുദ്ധനായവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവരാ വിശുദ്ധി ഉണ്ടാകും. ആരാ വിശുദ്ധനായവൻ? എൻ്റെ പാപങ്ങളെ, എൻ്റെ രോഗങ്ങളെ, എൻ്റെ ശാപങ്ങളെ ക്രൂശിൽ വഹിച്ചവനാണ് വിശുദ്ധൻ. ആ വിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞാൻ നിറയുമ്പോൾ, ആ സ്നേഹത്തിൽ ഞാൻ നിറയുമ്പോൾ ഞാൻ ആരായി മാറുന്നു? വിശുദ്ധനായി മാറുന്നു. ഞാൻ എൻ്റെ വിശുദ്ധിയിലല്ല നിൽക്കുന്നത്. അതാ പോലീസ് പറയുന്നത്, ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ കർത്താവ് നിർത്തിയത്. ഞങ്ങൾ നടന്നതല്ല, കർത്താവ് ഞങ്ങളെ നടത്തിയത്. ഒരു പാട്ടുണ്ടല്ലോ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോട് നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ
നന്ദിയോടെ. ഓ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ. ഞാൻ മിക്ക മീറ്റിങ്ങുകളും ഈ മെസ്സേജുകളിൽ പാട്ട് ഇടയ്ക്ക് കയറി വരാറുണ്ട് അല്ലേ? കാരണം അത് ഓർക്കുമ്പോൾ ഏത് അവസ്ഥയിലാണ് ഞാൻ ഇതുവരെ എത്തിയെന്ന് അത് ഓർക്കുമ്പോൾ അങ്ങ് അറിയാൻ പാടിപ്പോകുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിന്നതല്ല, ദൈവം നിർത്തിയത്. വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരും ചാർച്ചക്കാരും ദേശക്കാരും ഒക്കെ പറഞ്ഞു തീരും തീരും തീരും, നശിച്ച് കുപ്പക്കുന്നായി മാറും. ഹല്ലേലൂയ. അവിടെ മൊത്തം ഇരുട്ട അല്ലേ? മരത്തിന്റെ ഇലച്ചിൽ കൊണ്ടുണ്ടായ പ്രകാശമില്ലായ്മ വരെയും സാത്താന്റെ ഇരുട്ടാന്ന് പറയുന്നവരുണ്ട്. ഇവിടെ മൊത്തം ഇരുട്ട, ഇരുട്ടിന്റെ ഓട്ടയാണ് കേട്ടോ. ആ പറയുന്നതിന്റെ മുമ്പിൽ നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. നിനക്ക് ലജ്ജിക്കുവാൻ ഇട വരികയില്ല. എന്നെ കൈത്താങ്ങാൻ, എന്നെ കൂടെ നിൽക്കാൻ, എൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന തലത്തിൽ എന്നെ ഒന്ന് ആരും വേണ്ടടാ കുഞ്ഞ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നീ ചിന്തിക്കുന്ന ഏറ്റവും വലിയ അപകടം. യേശു ഉണ്ടെങ്കിൽ അവിടെ സകലതുമുണ്ട്. യേശു ഇല്ലാതെ നിനക്കൊരു വലിയൊരു കൂട്ടം നിന്റെ ചുറ്റും ഉണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാകില്ല. ഹല്ലേലൂയ. വാക്യം പൂർണ്ണമായില്ലേ? യോഹന്നാന്റെ സുവിശേഷം 14-26 വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള. പരിശുദ്ധാത്മാവിന്റെ വരവ് ആരുടെ നാമത്തില? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലേ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. യേശു ക്രിസ്തുവിലൂടെ അയപ്പാനുള്ള കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. അപ്പൊ എങ്ങനെ ഇതുവഴി എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നാളെ എന്താവും? നീ ടെൻഷൻ അടിക്കണ്ടാണ്. ഇതുവരെ നടത്തിയില്ലേ? ഈ മൊമെന്റ് വരെ ഇവിടെ ഇരിക്കുന്നവർ കേട്ടോളെ, ഈ നിമിഷം വരെ നിങ്ങൾ നടന്നില്ലേ? ഈ നിമിഷം വരെ പോത്തില്ല, മുന്നോട്ട് ചലിക്കത്തില്ലെന്ന് ചിന്തിച്ച എത്രയോ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? അവിടെ ഒക്കെ ഇതുവരെ ഈ സെക്കൻഡ് വരെ നിങ്ങൾ നടത്തിയ ദൈവം നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ അവൻ ശക്തിയുള്ളവനത്രേ. ഈ ഉറപ്പ് എവിടെ നിന്ന് എനിക്ക് ലഭിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഉറപ്പ് ലഭിച്ചത്? പരിശുദ്ധാത്മാവിലൂടെ, സുബോധത്തിന്റെ ആത്മാവിലൂടെ, ധൈര്യത്തിന്റെ ആത്മാവിലൂടെ, ശക്തിയുടെ ആത്മാവിലൂടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ എല്ലാ കണ്ണും അടയട്ടെ. എന്റെ വിഷയങ്ങളുടെമേൽ, എന്റെ പ്രശ്നങ്ങളുടെമേൽ, എന്റെ പ്രാർത്ഥനകളുടെമേൽ, ഹല്ലേലൂയ, എന്റെ ആഗ്രഹങ്ങളുടെമേൽ എന്റെ കർത്താവിന്റെ നിവർത്തീകരണം വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നത് നിവർത്തീകരണ ശുശ്രൂഷയിലാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ നന്നായി നടത്തുന്ന എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ആ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വ്യാപാരത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനത്രേ. ആമേൻ, ആമേൻ, ആമേൻ.